തകർത്തത്, ആ നാട് കത്തിപ്പടർത്താൻ ശ്രമിച്ചതിൽ ആ ഇബ്ലീസ് സന്തോഷിക്കുകയാണ്. അവന് സമാധാനവും സന്തോഷവും തകർത്ത് കളയണം. അവനവിടെ ഐക്യതയും നല്ല കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, അതൊന്നും നടക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വിചാരിക്കാൻ എന്നെ നിസ്കരിക്കാത്ത എന്റെ തെറ്റൊന്നുമല്ല. പടച്ചോൻ വിചാരിച്ചാലല്ലേ എനിക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്താ പള്ളിയിലേക്ക് വരാത്തത്? പള്ളിയിലേക്ക് വരാൻ എന്നെ അള്ളാഹ് ഇതിന് കൽപ്പിച്ചിട്ടില്ല. എന്റെ തലേ വരാ. അവനാരാ വാളുകൊണ്ട് വെട്ടിയതുപോലെ പാടുണ്ടാവുമല്ലോ, അത് മായൂലെന്നൊക്കെയാ സാധാരണക്കാരൻ. എന്റെ ആക്സിഡന്റ് ഇതിൽ പോയിട്ടില്ല, എപ്പോഴും നെറ്റിയിലുണ്ട്. അപ്പോ അത് പോകൂലെന്ന് പറഞ്ഞ പോലെ എന്താ നിസ്കരിക്കാൻ വരാത്തത്? എന്റെ തലേ എനിക്ക് പിടികിട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറെ കിതാബുകൾ ഇങ്ങനെ നോക്കി വരയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ വര എന്താണെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ല. ഇനി വിധിയെ കുറിച്ചാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നാടിന്റെ സമാധാനവും സന്തോഷവും തകർക്കുന്നതിനാണ് ഇബ്ലീസിന് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടവരാ. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? നിങ്ങൾ ഈ ഭൂമിയെ സ്നേഹിക്കണം. ഫഇന്നഹാ ഉമ്മക്കും, ഇത് നിങ്ങളുടെ ഉമ്മയാണ്. ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഈ ഉമ്മയെ നിങ്ങൾ സ്നേഹിക്കണമെന്നോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വെറും ദീൻ മാത്രം പഠിപ്പിച്ച നേതാവല്ല എന്റെയും നിങ്ങളുടെയും നേതാവ്. ഈ പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച വ്യക്തിത്വമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ശബ്ദിച്ച 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് വിജ്ഞാനത്തിന്റെ സാഗരങ്ങളും ടെക്നോളജിയുടെ വർക്കുകളും കടന്നു ചെല്ലാത്ത അറേബ്യൻ സാമ്രാജ്യത്വത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് മദീന മുനവ്വറയെ കോളിളക്കം സൃഷ്ടിച്ച, മദീന താഴ്വാരങ്ങളിൽ വിതറിക്കിടന്ന മണൽത്തരികളെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ വിജ്ഞാനത്തിന്റെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹാ ഉമ്മക്കും, ഈ ഭൂമി ഇത് നിങ്ങളുടെ ഉമ്മയാണെന്ന് 1400 വർഷങ്ങൾ മുമ്പാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇത് മാതൃഭൂമിയാണെന്ന് പഠിപ്പിച്ചത് ആരാ? ഇത് മാതൃഭൂമിയാണെന്ന് പഠിപ്പിക്കാൻ അങ്ങ് പടിഞ്ഞാറിൽ നിന്ന് ആരെങ്കിലും പുസ്തകം എടുത്തുകൊണ്ട് വന്നോ? പ്രിയപ്പെട്ടവരെ, ഇത് മാതൃഭൂമിയാണെന്ന് നമ്മളെ പഠിപ്പിക്കാം. ഇത് നമ്മളെ പഠിപ്പിച്ചത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിൽ എപ്പോഴും ശുദ്ധി ഉണ്ടാകണം. അഭിനിയതകോ വലാ തശബ്ബഹുൽ യഹൂദ്. ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിലോ ജനങ്ങൾ താമസിക്കുന്ന വഴികളിൽ അവരുടെ സമാധാനം തകർക്കുന്ന രീതിയിൽ വേസ്റ്റുകൾ നിങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. നാടുകളിലും നഗരങ്ങളിലും പാർക്കുകളിലും നിങ്ങൾ കഴിക്കുന്ന വേസ്റ്റുകൾ വലിച്ചെറിയരുത്. അങ്ങനെ വലിച്ചെറിയുമ്പോ ആളുകൾ നിങ്ങളെ ശപിക്കും. അങ്ങനെ ശപിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാ നമ്മുടെ വീടുകള്. അവിടെ ചവറുകൾ കൂട്ടിവെക്കരുത്, അവിടെ കഴുകാത്ത വസ്ത്രങ്ങൾ കൂട്ടിവെക്കരുത്, അവിടെ മോശമായ രീതിയിലുള്ള ഒന്നും വെക്കാൻ പാടില്ല. അത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ വുളു എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. മക്കൾ കഴിച്ചോ, ഭർത്താവും കഴിച്ചോ, പാത്രങ്ങളൊക്കെ കൊണ്ടൊന്ന് ബേസനിൽ കൊണ്ടൊന്ന് കൂട്ടിയാൻ കിട്ടു. പിറ്റേന്ന് രാവിലെ മോൻ എണീച്ചു, സ്കൂളിൽ പോകണം. അവനിക്കും കൊടുത്തു പുട്ട് 2 എണ്ണം. അവൻ 2 പുട്ട് കയറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ മച്ച വന്നു, മച്ചാക്ക് കൊടുത്തു 2 കുറ്റി, മച്ചായും വിട്ടു. പിന്നെ അടുത്ത മോൻ വന്നു, ഉമ്മ സ്കൂളിൽ പോകണം, കൊടുത്തു, അവനിക്ക് 2 എണ്ണം. പിന്നെ ഏറ്റവും ഇളയ സാധനം വന്നു, ഉമ്മ എനിക്കും വേണോ, അവനിക്കും കൊടുത്തു 2 എണ്ണം. അങ്ങനെ എല്ലാവരും പുട്ട് കഴിച്ചു. പാത്രമല്ല പുട്ട്. പാത്രം കൊണ്ട് ഉമ്മാടയിലോട്ട് നീട്ടിക്കൊടുത്തു. നമുക്ക് അങ്ങനെയാണെന്ന സ്വഭാവം. നമ്മൾ പാത്രം കഴിവില്ല. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പോ. അപ്പൊ അവര് കൊണ്ടുവന്നിട്ട് നാളെ കഴിവാ ഇൻഷാ അല്ലാഹ് നീയത്ത് വെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഇടും. നീയത്ത് നമ്മൾ റമദാൻ നീയത്ത് വയ്ക്കും പോലെ അപ്പൊ കൊണ്ടുവന്ന് ഇടും. പിന്നെ പിറ്റേ രാവിലത്തേക്ക് കൊണ്ടുവിടും. അപ്പൊ ഈ പാത്രം എല്ലാം അവിടെ കൊണ്ടുവന്ന് ഉണങ്ങി അവിടെ ഇടും. എന്നിട്ട് ഇശാസ്കരിക്കാൻ വേണ്ടി ഉളുവൊക്കെ എടുത്തുകൊണ്ടിട്ട് താത്തും തെയ്യും കിബിലയ്ക്ക് അങ്ങോട്ട് നേരെ എന്നിട്ട് കൈ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. പാത്രം ഭീഷണി കിടക്കുക. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെയാ. ചിറ്റൂരേക്ക് വരാൻ വേണ്ടി KSRTC ബസ്സിൽ കയറി ഇരുന്നിട്ട് യാസീൻ ഓതിക്കൊണ്ടിരുന്ന തിരുവനന്തപുരത്തുള്ള ബസ്സില് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നടക്കൂ. നമ്മുടെ മക്കൾ കഴിക്കുന്ന പാത്രങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാര് കഴിക്കുന്ന പാത്രങ്ങൾ അത് ഉണങ്ങി വരളാൻ പാടില്ല.
അത് കഴുകണം, ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉമ്മമാരുടെ കൈകൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. കാരണം വീടിന്റെ അധികാരി രാജാവ് നിങ്ങളാ. അപ്പൊ ഞങ്ങൾക്ക് ഇടി കിട്ടുന്നതോ ഉസ്താദെ? അത് സാധനം പിടിക്കാൻ ഫ്രീ കിട്ടുന്നതാ, അത് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മ സഹോദരിമാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പോ വീടിന്റെ അകത്ത് അങ്ങനെ ഒരു ശുദ്ധീകരണം വളരെ ആവശ്യമാണ്. എന്താ കാരണമെന്നറിയുമോ? നമ്മുടെ വീടുകൾ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുമ്പോ എന്താണ് നമുക്കുള്ള ഗുണമെന്നറിയുമോ? അന്നല്ലാഹു തദ്ഉ ഇലൽ ഈമാൻ. അന്നല്ലാഹു ശുദ്ധിയുണ്ടല്ലോ, ശുദ്ധി അത് തദ്ഉ ഇലൽ ഈമാൻ, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. ശുദ്ധി, വൃത്തി ഈമാൻ വർദ്ധിപ്പിക്കും. വൽ ഈമാനു തദ്ഉ ഇലൽ ജന്ന. ഈമാനുള്ള ആളുകളെ സ്വർഗ്ഗം മാടി വിളിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വസ്ത്രങ്ങൾ കഴുകാതെ കൂട്ടിയിട്ട ദാരിദ്ര്യം വർദ്ധിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിട്ട വസ്ത്രങ്ങളും ചവറുകളും കളയാതെ കൂട്ടിയിട്ട് കഴിഞ്ഞ് ചവറുകളെല്ലാം കൊന്നുകൂട്ടിയിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീട്ടിൽ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ്, ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ്. അതുപോലെ ചലന്തി വലകളുണ്ടല്ലോ, അതൊക്കെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാ. സ്വർഗമെന്ന സന്തോഷ ഭവനത്തിലേക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മള്. ആ സ്വർഗത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിടണം. ഒരു സഹാബിയായ മനുഷ്യനും